അയ്യോ, നീ എപ്പോഴാ വന്നേ? എങ്ങനെ വന്നത്? ഒറ്റയ്ക്കാ? അവനോ? അവനെപ്പോഴാണ് നിന്നെ കൊണ്ടുവരാൻ വന്നത്? എന്നോട് ഉമ്മച്ചി ഞാനിപ്പോൾ വരെ സെൻറ്റർ വരെ ഒന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. ഓ, ഇതൊന്നും നിർത്താനായിട്ട് ഇനിയും കുറേ കാലം കുടിക്കേണ്ടി വരും. ഭയങ്കര കയ്പ്പാ. പിന്നെ എന്തൊക്കെയാണ് നിൻ്റെ വിശേഷം? എന്താ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നിയതായിരിക്കും. നീ പോയിട്ട് ഡ്രസ്സ് മാറി, ഞാൻ അപ്പോഴേക്കും ചായ എടുത്തിട്ട് വരാം കേട്ടോ. നീ ഇവിടെ വന്നിരുന്നോ? ഞാൻ വിചാരിച്ചു ടേബിളിലിരിക്കുക എന്നുള്ളത്. അതാ ചായ കുടിക്കുന്നതായിരുന്നു. ചായക്ക് കഴിക്കണമെങ്കിൽ പ്ലം കേക്ക് ഇരിക്കുന്ന സ്റ്റോർ വരെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. നീ പിന്നെ പണ്ട് മറ്റേ ക്രീം കേക്കിൻ്റെ ആളാണല്ലോ. ഇങ്ങനെ കിടക്കുന്നത് ഇത്രയും എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ മോളെ. ഷുഗറിൻ്റെ ഗുളികയും പിന്നെ ഇൻസുലിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. എനിക്ക് വയ്യാണ്ടേ. എനിക്കറിയാം ഷുഗറുള്ളവർക്ക് കൂർക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് അവന് വേണ്ടിയിട്ടാണ്. അവൻ ഒരു മാസത്തെ ലീവിന് വരില്ലേ, അപ്പം കൂർക്ക് കണ്ടപ്പോൾ വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ വൈകിയെങ്കിലും വാങ്ങിച്ചുണ്ടാക്കി കൊടുക്കട്ടെ, വല്ലപ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഈ ചായ കുടിച്ചിട്ട് വേഗം ഒരു കത്തി വെച്ചിട്ട് എന്നെ സഹായിച്ച്. പിന്നെ നമ്മുടെ അമ്പലപ്പാറയിലേ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. കുഞ്ഞമ്മായിന് ഓർമ്മ ഉണ്ടോ നിനക്ക്? നിനക്ക് ഓർമ്മ ഉണ്ടാവും, നീ +2 പഠിക്കുമ്പോഴാണ് അവർ ലാസ്റ്റ് ഇവിടെ വന്നത്. അതന്നെ, ആ ചുരുണ്ട മുടിയുള്ള അതന്നെ. അപ്പോഴേ അവരുടെ മോളുടെ നാത്തൂനെ ഒരു കുട്ടീൻ്റെ അത്ര ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. 2 വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ കേട്ടോടത്തോളം കുഴപ്പമില്ല. അപ്പോൾ എന്താ നിൻ്റെ അഭിപ്രായം? നാളെ പോകുമ്പോഴത്തേനെ ഞാൻ കുറച്ച് കുട്ടികളിലാക്കി തരാം, നീ ഇത് കൊണ്ടുപോയിക്കോ. ഇവിടെ ആർക്കാ? കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. കുപ്പി തിരിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൂടെ കൊണ്ടുവന്ന സകല കുപ്പിമാട്ടൊക്കെ നിൻ്റെ വീട്ടിലാണ്. പിന്നെ ഇതില്ലേ നല്ല ഒറിജിനൽ തേനാണ്. ഇത് നമ്മുടെ സഫിയാത്താൻ്റെ വീടിൻ്റെ മുകളിൽ അവരുണ്ടാക്കുന്നതാ. ഇത് നീ കൊണ്ടുപോയിക്കോ, പിള്ളേർക്ക് കൊടുക്കാമല്ലോ. ഇനി എന്തെങ്കിലും തന്നു വിടുക നാളെ. കുറച്ച് കടുമാങ്ങച്ചാറുണ്ട്, അതും കൂടെ കൊണ്ടുപോയിക്കോ. കിടക്കണ്ട, ഇതാ ഈ പുറത്ത് വിരിച്ചോ. നീ എന്താണ് നല്ല തണുപ്പാണ്, ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ റൂമിൻ്റെ അകത്ത്. പിന്നെ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും വഴക്കൂടുമ്പോൾ അവൻ നിൻ്റെ ഭാഗം പറയുന്നില്ല എന്നുള്ളതൊക്കെ ശരി തന്നെ ആയിരിക്കും. ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അവനെ പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന്. അത് ശരിയാണ്, നിന്റെ ഭാഗത്ത് ന്യായം അവൻ പറയുന്നുണ്ട്. അവനവിടെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇപ്പം ടെൻഷനൊന്നുമില്ല, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവൻ നാളെ രാവിലെ പോകാൻ നോക്കിട്ടാ. പിന്നെ നീ എപ്പോഴാச்சுം ഇങ്ങോട്ട് വായും. എന്നാൽ ശരി, കിടന്നുറങ്ങി.